ഈ പുള്ളി വന്നിട്ട് ആന ഇങ്ങനെ പുള്ളിനെ തന്നെ തുറഞ്ഞോണ്ടിരിക്കും. ഈ പുള്ളി ആദ്യം ആന തുനിക്കൊമ്പൊക്കെ തൊട്ട്. ഈ ആനക്ക് കൊമ്പേ തുറന്നത് ഇഷ്ടമൊന്നുമല്ലേ പറഞ്ഞക്കാരെ. രണ്ടാമതും തൊട്ട്. മൂന്നാമത് ഞാൻ ഈ പുള്ളിയോട് തൊഴാൻ വേണ്ടി ഇപ്പൊ ഒരു പഴവും ഉണ്ട്. ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ചെന്നിട്ട് ചേട്ടാ മാറിയില്ല, കൊച്ചിനെ കൊണ്ട് മാറെന്ന് പറഞ്ഞതാണ് സംഭവം. ഞാൻ ഫ്രണ്ടിലോട്ട്. തിരൂരിൽ കഴിഞ്ഞ ദിവസം ഇടഞ്ഞ ആനയുടെ പാപ്പാൻ പറഞ്ഞതാണിത്. അന്ന് ആന ഇടയാൻ കാരണം ആളുകളുടെ ശ്രദ്ധയില്ലായ്മയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. 2 ദിവസം മുന്നായിരുന്നു തിരൂരിൽ നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ് 17ഓളം പേർക്ക് പരിക്കേറ്റത്. ഒരാളെ ആന തൂക്കിയെറിഞ്ഞു. പുലർച്ചെ നേർച്ചയുടെ സമാപന ദിവസമായ അന്ന് പെട്ടിവരവ് ജാറത്തിന് മുൻപിലെത്തിയപ്പോഴായിരുന്നു ആന വിരണ്ടത്. മുന്നിൽ നിന്ന ആളെ ആന തൂക്കിയെറിഞ്ഞു. ആൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആന ഇടഞ്ഞത് കണ്ട് പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ വീണും മറ്റുമായിരുന്നു ബാക്കി 17ഓളം പേർക്ക് പരിക്കേറ്റത്. ആന ഇടഞ്ഞപ്പോൾ തന്നെ പാപ്പാന്മാർ ആനയെ വിലക്കി നിർത്തിയത് കൊണ്ടായിരുന്നു കൂടുതൽ അപകടങ്ങളും ആളപായവും സംഭവിക്കാതിരുന്നതും. നിയമാനുസൃതമായി തന്നെയായിരുന്നു ആനയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. 8ഓളം ആനകളുണ്ടായിരുന്ന